അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ തംബ്നെയിലിൽ കണ്ടപോലെ നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പം കുറേ പേര് നമ്മുടെ ഫാക്കൽറ്റീൻ്റെ അടുത്തും നമ്മുടെ എക്സാമിനർ ഹോൾ അക്കാഡമിക് ടീമിൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് കുറേ നാളെ വെറുപ്പിക്കുന്നു. സാർ ഇംഗ്ലീഷ് ക്ലാസ് വേണം, ഇംഗ്ലീഷ് അത് വേണം, ചാപ്റ്റർ സമ്മറി വേണം, നോട്ട്സ് വേണം, സാർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉത്തരം എഴുതാൻ എങ്ങനെ അറിയില്ല, ഉത്തരം കാണുന്നുണ്ട് അല്ലേ. കുറേ എക്സാമിനറിൻ്റെ സ്റ്റുഡൻസ് തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉത്തരമൊക്കെ സംഭവം ഓക്കെയാണെന്നറിയാം, പക്ഷേ അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല സാർ, എങ്ങനെയാണൊക്കെ പഠിച്ചെടുക്കുക. അതൊക്കെ ഒരു സൈഡിൽ. അതിന് മറ്റേ സൈഡിൽ ഗ്രാമർ അല്ലേ അഥവാ ഡിസ്കോഴ്സ്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ, ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ക്ലൂ ഇല്ലാതെ കുറേ പേര് ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയെങ്കിൽ പോലും കുറച്ച് ലേറ്റ് ആയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ചെയ്തു തരാൻ തീരുമാനിച്ചു. അതായത് ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്ററും, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് എല്ലാ ചാപ്റ്ററും, അതിൻ്റെ കുറേ കാര്യങ്ങൾ ചാപ്റ്റർ വെറുതെ എടുത്തു പോവല്ല, അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ ഫാമിലിയിലെ ഓരോ സ്റ്റുഡൻറ്റിനും വേണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ചെയ്തു തരാൻ പോകുന്നത്. എല്ലാം യൂട്യൂബ് ചാനലുണ്ടാവും. നമ്മൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഇംഗ്ലീഷ് സിലബസ് എന്തായാലും നിങ്ങളുടെ എക്സാമിന് മുൻപ് കവർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ മെല്ലെ ഈ വീക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സസ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങളിനി ഇംഗ്ലീഷിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനി ബുദ്ധിമുട്ടുണ്ടോ അല്ലെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ അർച്ചനാമസ് പറഞ്ഞ പോലെ ആ ടെൻഷൻ ഞങ്ങളങ്ങോട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ ടെൻഷൻ ഞങ്ങൾക്ക് തരിക. ഇംഗ്ലീഷിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട, എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനല്ലോ. ഓക്കെ, ഇപ്പോൾ വെറുതെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയല്ല ഫുൾ മാർക്ക് വേണമെന്ന്. ഫുൾ മാർക്ക് വേണം. ആ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. എക്സാമിനർ ഫാമിലിയിൽ എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ചെയ്തു തരാൻ പോകുന്നത്. യൂട്യൂബ് ചാനലായിരിക്കും എല്ലാ സംഭവം ഉണ്ടാവുക, അത് നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ആരൊക്കെയാണ് സാർ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, സർപ്രൈസ് ഒന്നുമില്ല, ഞാനും അലൻ സാറുമാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് സംസാരിക്കാം, അലൻ സാർ ഒന്ന് സംസാരിക്കും, അലൻ സാർ പറഞ്ഞു തരും എന്താണ് കാര്യങ്ങളൊക്കെ. എൻ്റെ കേസ് സംസാരിക്കണം സാർ, നിങ്ങൾ ചോദിക്കും സാർ ഒരു ഫിസിക്സിൻ്റെ ടീച്ചറല്ലേ, അപ്പോൾ പിന്നെ സാറിന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക, സാർ പഠിപ്പിച്ച് ഇംഗ്ലീഷ് ശരിയാവുമോ? അപ്പോൾ ഇതിന് രണ്ട് ഉത്തരങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻസും ക്രെഡൻഷ്യൽസും ഞാൻ ഇപ്പോൾ കാണിച്ചു തരും. അപ്പോൾ നിങ്ങളത് കണ്ട് ബോധ്യപ്പെടുക. രണ്ടാമത്, നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്നിരിക്കുക, എന്നിട്ട് ഞാൻ പഠിപ്പിക്കും, ഞാൻ ക്വസ്റ്റ്യൻസും പഠിപ്പിക്കും, ഞാൻ ഗ്രാമറും പഠിപ്പിക്കും, ഞാൻ അതിൻ്റെ നമ്മുടെ ഡിസ്കോഴ്സസും പഠിപ്പിക്കും. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യില്ല, അതൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ, സ്വന്തമായിട്ട് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്താണ് പരീക്ഷ കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പം ആ കാര്യത്തിലൊരു സംശയം വേണ്ട. ഇനി അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ആൻസറിൻ്റെ ഫസ്റ്റ് പാർട്ട്, എൻ്റെ ക്രെഡൻഷ്യൽസ് നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സാണ് ഫിസിക്സിൽ ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ PG ചെയ്തത്, എൻ്റെ MBA ചെയ്തത്, മാസ്റ്റേഴ്സ് ചെയ്തത് IIM കോഴിക്കോട് നിന്നാണ്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾ IIT എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും മിക്ക ആൾക്കാരും. കാരണം നിങ്ങൾ IIM എന്ന് കേൾക്കാൻ ചാൻസ് കുറച്ച് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2 കഴിഞ്ഞിട്ട് IIM-ലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങളുടെ ബാച്ചിലേഴ്സും കഴിഞ്ഞാലേ, നിങ്ങൾ എവിടെയെങ്കിലും BTech-ഓ BSc-യോ BA-യോ എന്തെങ്കിലും കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് MBA IIM ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് IIT-നെ അറിയാം അല്ലേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM. ഓക്കെ, അപ്പോൾ IIM എന്നാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ IIM-ൽ കയറാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ IIT-ൻ്റെ അത്ര തന്നെ പണിയാണ്, ചില IIMs-ൽ കയറാൻ അതിനേക്കാളും പണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാം കൊടുക്കണം. ആ എക്സാമിൻ്റെ പേരാണ് CAT, IIM CAT എന്ന് പറയും. അപ്പോൾ 2018 CAT-ൽ എൻ്റെ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിങ് കോംപ്രിഹെൻഷൻ, അതായത് അതിലെ ഇംഗ്ലീഷ്, CAT-ലെ ഇംഗ്ലീഷ്, അതിൽ ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് വന്ന എൻ്റെ പെർസെൻറ്റൈൽ 99.89%. 99.89% അപ്പോൾ ചിലവർക്ക് ഈ സാർ എന്താണ് ഈ പെർസെൻറ്റൈൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുമില്ല, എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 209 ആണ്. 209 ആണ്, 209 ആണ് എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്, നാഷണൽ റാങ്ക്. ഓക്കെ, പോരെ. അത് എന്ത് സെക്ഷനിലാണ്? വെർബൽ എബിലിറ്റി ആൻഡ് റീഡിങ് കോംപ്രിഹെൻഷൻ. ഇംഗ്ലീഷിൽ വെർബൽ എബിലിറ്റി, ഗ്രാമറും റീഡിങ് കോംപ്രിഹെൻഷൻ സെക്ഷനിലാണ് എനിക്ക് 99.89% കിട്ടിയത്. എൻ്റെ ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞു, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതിൻ്റെ തിയറി, ഗ്രാമറിൻ്റെ തിയറി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കറക്റ്റായിട്ട് കോംപ്രിഹെൻഡ് ചെയ്ത് എങ്ങനെ ആൻസേഴ്സ് പറയണമെന്ന്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ 100% എന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോയിക്കോളൂ, ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഫിസിക്സും നമ്മൾ സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകും,
അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷും എടുക്കും, അടിപൊളിയായിട്ട് എടുക്കും. ഓക്കെ, നിങ്ങൾക്കൊക്കെ രസകരമായിട്ടാണ് നമ്മൾ ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. പക്ഷേ അതേസമയം എന്താണ്, പരീക്ഷയിൽ ഏത് ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിലൊരു സംശയം, അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരും. പക്ഷേ എങ്കിൽ പോലും പരീക്ഷയ്ക്ക് ഒറ്റ മാർക്ക് പോലും പോവാത്ത രീതിയിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, നമുക്ക് എന്ത് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് ആൻസറിൻ്റെ. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ട് നിങ്ങളായിരിക്കണം അതിൻ്റെ ടെസ്റ്റ് മോഡൽ കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളായിരിക്കും അതിൻ്റെ വിറ്റ്നസ്. നിങ്ങൾ ക്ലാസ് കാണുക, നിങ്ങൾ ചോദ്യം നോക്കുക, അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അവസാനം പരീക്ഷയിലും പോയി ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ് എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതേപോലെ അലൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ അലൻ സാർ വന്ന് പറയും. എന്നെ മാത്രമേ ഞാൻ പുകഴ്ത്തുള്ളൂ. ഞാൻ അലൻ സാറിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ എന്നെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കഴിഞ്ഞു, എൻ്റെ കടമ ഞാൻ ചെയ്ത് കഴിഞ്ഞു, നിറവേറ്റി. അലൻ സാറിനെ പുകഴ്ത്താനും കാര്യങ്ങളൊക്കെ അലൻ സാർ പറഞ്ഞുതരും. ഓക്കെ, അലൻ സാറിന് ഇതിനേക്കാളും നല്ല ക്രെഡൻഷ്യൽസ് ആണ് ഉള്ളത്. കുറേ പേർക്ക് അറിയായിരിക്കും, അലൻ സാർ ഇന്ത്യയിലെ ഏറ്റവും തന്നെ ബെസ്റ്റ് ആർട്സ് കോളേജിലാണ് പഠിച്ചത്, സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് ഡൽഹിയിൽ. ഓക്കെ, അതിനേക്കാളും വലിയ ക്രെഡൻഷ്യൽസ് അലൻ സാറിന് പറയാനില്ല. ഓക്കെ, അപ്പോൾ അലൻ സാർ വന്നിട്ട് പറയും ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ പോകുന്നത്, സാർ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, നമുക്ക് ഫോക്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ടല്ലേ, 8 ചാപ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ചില ചാപ്റ്റേഴ്സ് വളരെ രസമാണ്, ചില ചാപ്റ്റേഴ്സ് വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ ഐ വിൽ ഫ്ലൈ ഒക്കെ വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ ഈസിയാണ്. പക്ഷേ ഇഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുള്ള ചാപ്റ്റേഴ്സാണ് അല്ലേ. കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കി എടുക്കണം അല്ലേ. അതിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് മനസ്സിലാക്കി അല്ലേ, അരച്ച് കലക്കി തലയിൽ കയറിയാലേ സംഭവം എന്താണ് പരീക്ഷയിൽ എന്നാ ആൻസർ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ നമ്മൾ ഓരോ രീതിയായിരിക്കും ഡീൽ ചെയ്യുക. ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പറ്റുന്ന അത്രയും സിമ്പിളാക്കാൻ വേണ്ടി കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഓക്കെ, എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം. വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാ വീഡിയോയിലും വന്നിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ, നിങ്ങൾക്ക് മാത്രമല്ല അല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സ് അല്ലാത്തവർക്കും ഒക്കെ എന്താണ് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിക്കോട്ടെ. അല്ല, കാരണം എന്താണ്, മിക്ക കുട്ടികളും വളരെ മോശം അവസ്ഥയിലാണ്. ഓക്കെ, അത് അവരുടെ തെറ്റുകൊണ്ടല്ല, നിങ്ങളുടെ തെറ്റുകൊണ്ടൊന്നുമല്ല അല്ലേ. നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി അല്ലേ. നമ്മുടെ കോവിഡ് പാൻഡമിക്കും പിന്നെ ഓൺലൈൻ ക്ലാസ്സും അതൊന്നും നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം എന്തുകൊണ്ടും അങ്ങനെ ആയിപ്പോയി. ആരുടെയും കുറ്റമല്ല അല്ലേ, ആരുടെയും കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കുറ്റമല്ല, നമ്മുടെ ഗവൺമെൻറ് ആരുടെയും കുറ്റമല്ല. അങ്ങനെ ആയിപ്പോയി, സർക്കംസ്റ്റാൻഷ്യലി അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്, എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരുടെയും എന്താണ് ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ക്ലാസ്സസ് അയച്ചു കൊടുക്കുക. ഫ്രീ ആയിട്ട് ക്ലാസ്സസ് അല്ലേ, അയച്ചു കൊടുക്കുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നത്, വെറുതെ ഒന്ന് സമ്മറി എടുത്ത് തരാണോ, ഇഫിൽ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ സമ്മറി, സെക്കൻഡ് സ്റ്റാൻസ സമ്മറി, അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ, കുറച്ച് കാര്യമുണ്ട്. പക്ഷെ ഫുള്ളാവോ, ഫുൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയാനാവോ, ഇല്ല. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യണം. അതൊക്കെ ഞങ്ങൾ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. ഫസ്റ്റ് നമുക്ക് ഓരോ ചാപ്റ്റർ അഥവാ പോയം, ചാപ്റ്റർ അല്ലെ പോയമാണ്, പോയമിൻ്റെ സമ്മറി ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ വന്നിട്ട് ആ ചാപ്റ്ററിൽ അഥവാ അല്ലെങ്കിൽ ആ പോയമിൽ എന്താണ് നമ്മുടെ ഓത്തർ പറയുന്നത് അല്ലെ പോയിട്ട് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നല്ല പറ്റുന്ന അത്രയും മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരും. ഓക്കെ, മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരും, വേർഡ് മീനിങ് തരും, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ എന്താണ് സംഭവം എന്ന് ഒരു പിടി കിട്ടും, ഒരു ഐഡിയ കിട്ടും, ഒരു ഫീൽ കിട്ടും. ഈ ചാപ്റ്റർ ഇഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, റഡ്യാർഡ് കിപ്ലിംഗ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു, കുറേ അഡ്വൈസ് ഒക്കെ പറയുന്നുണ്ട്. അടിപൊളി അഡ്വൈസ് ആണ്. ഓക്കെ, അഡ്വൈസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം അത് മാത്രം പോരാ, കാരണം പരീക്ഷയിൽ അത് മനസ്സിലായെന്നല്ല ചോദിക്കാൻ വന്നത്, പരീക്ഷയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പരീക്ഷയിൽ വരാനുള്ള ടൈപ്പിൽ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അല്ല, പരീക്ഷയിൽ ഇനി വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അതേ വീഡിയോ അല്ല, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് നിൽക്കും. അത് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ പറഞ്ഞുതരും, നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ വന്നത്, എങ്ങനെയാണ് പരീക്ഷയിൽ എഴുതാമെന്ന് കൂടിയുള്ള കാര്യം പറഞ്ഞുതരും. അതിനുശേഷം ഫോക്കസ് ഏരിയ നോട്ട്സ് ഉണ്ടാവും. കുറേ പേര് ചോദിക്കുന്നുണ്ട്, സാർ നോട്ട്സ് ആണ്, സാർ നോട്ട്സ് ആണ്. ഇംഗ്ലീഷിൻ്റെ പോയത്തിൻ്റെ സമ്മറി ഉള്ള സ്റ്റാൻസ ബൈ സ്റ്റാൻസ അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ പറ്റിയാണ്, ലൈൻ ബൈ ലൈനിൻ്റെ നോട്ട്സ് വേണം, അതും തരും. ഓക്കെ, അതും തരും. അപ്പോൾ പരീക്ഷേൻ്റെ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷേൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് എന്താണ് റിവൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ വീഡിയോ കാണുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പം നോട്ട്സ് വെച്ച് നിങ്ങൾ പെട്ടെന്ന് എന്താണ് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഞങ്ങൾ തരും, ഓരോ ചാപ്റ്ററും തരും. ഓക്കെ, ചാപ്റ്റേഴ്സിന് നമ്മൾ നോക്കട്ടെ എങ്ങനെയാണ് തരും. അന്ന് പോയമിന് എന്തായാലും തരും, കാരണം പോയമിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ചാപ്റ്റേഴ്സിന് നമ്മൾ ക്ലാസ് ഉണ്ടല്ലോ, അത് മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഗ്രാമറാണ് ഏറ്റവും ബുദ്ധിമുട്ടില്ലായിരുന്നു. കുറേ പേർക്ക് ഈ 3 കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും, കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാമർ സാർ അറിയില്ല, ചെറുപ്പം മുതലേ ഗ്രാമർ ശരിയാവുന്നില്ല അല്ലേ. ക്യാനാണോ കുഡാണോ വാസ് ആണോ വേറെ ആണോ എന്നൊക്കെ ഉപയോഗിക്കേണ്ടതിന് കുറേ കൺഫ്യൂഷൻ, അതൊക്കെ നമ്മൾ ശരിയാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്രാമർ കംപ്ലീറ്റ് എടുക്കും, തിയറി ക്വസ്റ്റ്യൻസും അടക്കം.
രണ്ടും എടുക്കും, കംപ്ലീറ്റ്ലി കവർ ചെയ്യും. എന്തൊക്കെ ഗ്രാമർ പഠിക്കാനുണ്ടൊക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. പ്ലസ് എന്താണ് ഡിസ്കോഴ്സസ്, ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ്, അങ്ങനത്തെ സ്പീച്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. കറക്റ്റ് ഫോർമാറ്റും പറഞ്ഞു തരും, എങ്ങനെ എഴുതേണ്ടതെന്ന് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചോദിച്ച ചോദ്യം അതിൻ്റെ ഉത്തരം എന്തായിരിക്കണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കണം. ഇംഗ്ലീഷിൽ ബാക്കിയുള്ള സബ്ജക്ട്സിലുള്ള പോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലേ, ബയോളജിയും മാത്സും ഒക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലും എന്ത് ചെയ്യണം, നമുക്ക് ഇംഗ്ലീഷിലും എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞുതരും. ഞാനും ഉണ്ടാവും, നമ്മുടെ അലൻ സാറും ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം, ആകെ ജസ്റ്റ് നിന്ന് തരിക. പ്ലസ് എന്ത് ചെയ്യുക, രണ്ടാമത്തെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഈ മോട്ടിവേഷനും നിങ്ങളുടെ ഈ സപ്പോർട്ടും നിങ്ങളുടെ ഈ സ്നേഹവും കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല ഇവിടെ വന്നിട്ട് വെറുതെ ഇംഗ്ലീഷും കുറേ പ്രിപ്പറേഷനും കുറേ ടൈം എടുക്കും. നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കാനും ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ഈ ഗ്രാമറിന് വേണ്ടിയിട്ടുള്ള തിയറിയും അതിൻ്റെ കുറേ നോട്ട്സും ഈ പവർ പോയിന്റും ഒക്കെ ഉണ്ടാക്കാനും പറഞ്ഞാൽ എളുപ്പ പരിപാടിയല്ല. അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, വട്ടുള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മളെന്താണ് കുറേ കമൻസ് കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമാകുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ല, നിങ്ങളാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. ഓക്കെ, നിങ്ങൾ വന്ന് ക്ലാസ്സിനിരുന്ന് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയിക്കുമ്പോഴും, ഇനി പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് വന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്സോ കിട്ടിയെന്ന് ഞങ്ങൾ അറിയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക, മാക്സിമം സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും എന്താണ് യൂസ്ഫുൾ ആവട്ടെ, അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലും എന്ത് വാങ്ങിച്ചിരിക്കും, ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മളിപ്പോൾ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പറ്റുകയാണെങ്കിൽ ഈ വീക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ചാപ്റ്റേഴ്സ് ഇട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പഠിക്കുക. ഓക്കെ, പഠിച്ച് നമുക്ക് ഇംഗ്ലീഷിലും എവിടെയാണെങ്കിലും നിങ്ങൾ താഴെയാണെങ്കിലും മുകളിലൊക്കെ ആണെങ്കിലും എന്താണ് നമുക്ക് മാർക്ക് വാങ്ങിച്ചിരിക്കും. നമ്മൾ ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് എടുക്കുക, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യും, ഓരോ ചാപ്റ്ററിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.